അതിൻ്റെ പേരെന്താ? അപ്പോൾ അനീഷിനെ കിട്ടിയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യോ? അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യോ? സപ്പോർട്ട് ചെയ്ത ആളാണ്. ഒന്നാം ക്ലാസ് അവിടുന്ന് തുടങ്ങി. നമ്മൾ സാധാരണ ഒന്നാം ക്ലാസ് എവിടെയാണ് നിൽക്കുക, ഇതിന് പകരമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒന്നാം ക്ലാസ് LKG കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരാം. ഒന്നാം ക്ലാസ് 1A 1B 2A 2B അവിടുന്ന് 1A 1B തുടങ്ങാം. ഇവിടെ 7C ഇങ്ങോട്ട് 7 Attention! പതാക ഉയർത്തൽ. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. सदा शक्ति सरशानी वाला, वीरों को हर्षानी वाला, प्रेम सुधा वर्षानी वाला. मातृभूमि का तन मन सारा, मातृभूमि का तन मन सारा. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. सैल्यूट. ജനിച്ച് ഒരു സ്വതന്ത്ര രാജ്യത്ത് ജനിച്ച് വളരാൻ ഭാഗ്യം ലഭിച്ചവർ. എന്നാൽ നമ്മുടെ പൂർവികർ, ഒരു പക്ഷേ ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ അപ്പൂപ്പനും വല്യപ്പയും വല്യമ്മയും ഒക്കെ തന്നെ ഒരു വിദേശ രാജ്യത്തിൻ്റെ കീഴിൽ ജനിച്ച് അതിൻ്റെ ത്യാഗമൊക്കെ അനുഭവിക്കപ്പെട്ടവരാണ്. അവരിൽ നിന്ന് ചില കഥകൾ മാത്രമാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ പ്രദേശം ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഒട്ടേറെ ത്യാഗപൂർണമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതുമായ ഒരിടമാണ്. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കഴിഞ്ഞ 75 ആണ്ടുകൾ ലോകത്തിന് മുഴുവൻ മാതൃകയായി നമ്മുടെ ഇന്ത്യ നിലകൊണ്ടു. സഹിഷ്ണുതയും സഹവർത്തിത്വവും ലോകത്തിന് മുഴുവൻ മാതൃകയായി ഒരു രാഷ്ട്രം അതിൻ്റെ എല്ലാ പെരുമയോടും കൂടി 75 ആണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ചരിത്രത്തിൽ പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് പോറൽ ഏൽപ്പിക്കുവാൻ പല ശക്തികളും ശ്രമിച്ചുവെങ്കിലും അപ്പോഴൊക്കെ ചരിത്രത്തിൻ്റെ ഉന്നത സംസ്കാരം അതിനെ ചെറുത്തു തോൽപ്പിച്ചു. ആ ഒരു വിശ്വാസമാണ്, ആ ഒരു ആത്മധൈര്യമാണ് 75ാം സ്വാതന്ത്ര്യ ദിനത്തിലും ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായി നിലകൊള്ളുന്നത്. എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി. പതിപ്പ് തയ്യാറാക്കിയത് നമുക്കൊക്കെ അഭിമാനിക്കാം. കുട്ടികളുടെ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ വീര ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് തന്നെയാണ് ഈ പതിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പതിപ്പുകൾ ഓരോ ദിനാചരണങ്ങളിലും നമ്മുടെ സ്ഥാപനത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
അടിയാ എന്ത് വയസ്സാ എന്ത് വയസ്സാ വേറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, കുറേ ആളുണ്ട്. അപ്പോൾ പോവാണല്ലേ. ഇപ്പോൾ